ഒരു പിറന്നാൾ സമ്മാനം ഒരുപക്ഷെ ആർക്കും കിട്ടിയിട്ടും ഉണ്ടാകില്ല. തൻ്റെ രണ്ടാം പിറന്നാൾ ദിനത്തിൽ ആദ്യമായി ശബ്ദം കേട്ടതിൻ്റെ അമ്പരപ്പിലും കൗതുകത്തിലുമാണ് 2 വയസ്സുകാരിയായ പൂജ. ലിസി ആശുപത്രിയിലെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയിലൂടെയാണ് ഈ കുഞ്ഞിന് ശ്രവണശേഷി ലഭിച്ചത്. കണ്ടുവരാം. രണ്ടാം പിറന്നാൾ ദിനത്തിൽ ആദ്യമായി ശബ്ദം എന്തെന്നറിഞ്ഞതിന്റെ സന്തോഷത്തിലും അമ്പരപ്പിലുമാണ് പൂജ. ലിസി ആശുപത്രിയിലെ ലിസ്രവൺ പദ്ധതിയിലൂടെയാണ് ആ സുന്ദര നിമിഷം പിറന്നത്. പൂർണ്ണമായും സൗജന്യമായാണ് 2.5 വയസ്സുകാരിക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ നടത്തിയത്. കാസർഗോഡ് രാജപുരം സ്വദേശികളായ ഗിരീഷന്റെയും നീതുമോളുടെയും മകളാണ് പൂജ. 2 വർഷം മുൻപ് പിറന്ന കുഞ്ഞിന് ശ്രവണശേഷിയില്ലെന്നും അതിനാൽ കുട്ടി സംസാരിക്കുകയില്ലെന്നും അറിഞ്ഞ നാൾ മുതൽ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ആ കുടുംബം. ഇത് പരിഹരിക്കാൻ വൻതുക ആവശ്യമായി വന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി വില്ലനായി. അങ്ങനെയിരിക്കെയാണ് ലിസി ആശുപത്രിയിലെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. ആശുപത്രിയെ സമീപിച്ചപ്പോൾ പൂജയ്ക്ക് പരമാവധി വേഗത്തിൽ തന്നെ ശസ്ത്രക്രിയ നടത്തി. 2 ആഴ്ച മുൻപാണ് 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിന് ഇംപ്ലാന്റ് ഘടിപ്പിച്ചത്. ലിസി ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ്, ഡയറക്ടർ പോളച്ചനും പിന്നെ അതുപോലെ തന്നെ മേഘ ഡോക്ടർ എല്ലാവരും നമുക്ക് അവിടെ നിന്നിട്ട് ഇവിടെ വരെ അവർ നമുക്ക് സപ്പോർട്ടായിരുന്നു. ഇനി അങ്ങോട്ടും ആ സപ്പോർട്ട് നമുക്കുണ്ടാവും. കൊച്ചിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അന്ന് തന്നെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റിയതിൽ ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഗൗരിമ, അതുപോലെ ടോണി സാറ്, എല്ലാവർക്കും 1000 നന്ദി ഞാൻ അറിയിക്കുന്നു. കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ മേഘ കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. മറ്റ് വിഭാഗത്തിലെ ഡോക്ടർമാരും ചികിത്സയിൽ പങ്കാളികളായി. ഒരു ജന്മദിന ഗിഫ്റ്റായിട്ട് ആദ്യത്തെ ശബ്ദം കേൾപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത ശേഷം കുഞ്ഞ് ശബ്ദത്തിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഇനി നിരന്തരമായ തെറാപ്പി സെഷൻ വഴി കുട്ടിയുടെ സംസാരശേഷി പതിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ലിസി ആശുപത്രിയിലെ ഡയറക്ടർ ഫാദർ പോൾ കരേഡന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ച് കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷിച്ചു. പുത്തനോടൊപ്പം പിറന്നാൾ സമ്മാനങ്ങളും നൽകിയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്നും യാത്രയാക്കിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആദ്യമായി ശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ ആ ഒരു വികാരം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലേ. പക്ഷേ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു സമ്മാനമാണ് ഈ 2 വയസ്സിൽ ആ കുഞ്ഞിന് ലഭിച്ചത്. കൂടുതൽ വിശേഷങ്ങൾ സ്നേഹമോൾ നൈനാൻ പറയും. സ്നേഹ, ഇതിലും മനോഹരമായ ഒരു പിറന്നാൾ സമ്മാനം ആ കുഞ്ഞിന് ഇനി കിട്ടാനില്ല അല്ലേ? ഏതായാലും ലിസി ആശുപത്രി അവർ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ സ്നേഹ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പിറന്നാൾ ദിനം എന്ന് പറയുന്നത് നമ്മൾ എത്ര കുഞ്ഞാണെങ്കിലും എത്ര മുതിർന്നാലും ഈ പിറന്നാൾ ദിനം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പിറന്നാൾ ദിനത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ സമ്മാനം, അതൊരു ചെറിയ സമ്മാനം, ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും നമുക്കതൊക്കെ വലിയ കാര്യമാണ്. അത്തരത്തിലാണ് ഈ 2 വയസ്സുള്ള പൂജ എന്ന ഈ കുഞ്ഞിന് അത് കേൾക്കാൻ സാധിക്കുന്ന വിധത്തിൽ അത്രയും വലിയ ഒരു പിറന്നാൾ സമ്മാനം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇനി ലഭിക്കാനുണ്ടോ എന്ന് അറിയില്ല. ആ പിറന്നാൾ സമ്മാനത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനും ആവുകയുമില്ല. അപ്പോൾ ഈ ലിസി ആശുപത്രിയുടെ ഈ പ്രവർത്തനം അത് അഭിനന്ദിച്ചേ മതിയാകൂ. ഈ കുഞ്ഞിന് കേൾവിശക്തി നൽകാനായിട്ടുള്ള അവരുടെ ഒരു പ്രയത്നം എന്ന് പറയുന്നത്. ഇപ്പോൾ കാസർഗോഡ് സ്വദേശികളായ ഗിരീഷിൻ്റെയും അതുപോലെ തന്നെ നീതുമോളുടെയും മകളാണ് ഈ 2 വയസ്സുള്ള കുഞ്ഞ്. ജനിച്ചപ്പോൾ മുതൽ കുഞ്ഞ് ഈ കേൾവി പരിമിതി നേരിടുകയായിരുന്നു. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഇത് ശരിയാക്കണം, ഈ സർജറി ചെയ്യണം, ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ സർജറിക്ക് വലിയൊരു തുക ചിലവാകുമെന്ന് പറയുന്നു. ഏകദേശം ഒരു 10 ലക്ഷത്തോളം രൂപയാണ് ഈ സർജറിക്ക് ആവശ്യമായി തന്നെ വരിക. അപ്പോൾ ഈ നിർധന കുടുംബമാണ്, സാമ്പത്തിക പരാധീനങ്ങളൊക്കെ നിരവധി നേരിടുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ഭാരിച്ച തുക തന്നെയായിരുന്നു. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന കാണാനാണല്ലോ മാതാപിതാക്കൾക്ക് ഇഷ്ടം. പക്ഷേ ഈ കുഞ്ഞ് ഈ കേൾവിശക്തി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഈ സംസാരിക്കാനും സാധിക്കുകയില്ല, അതിന് സാധ്യത കുറവാണ് എന്ന് ഡോക്ടർ അറിയിച്ചു. അപ്പോൾ മുതൽ ഈ മാതാപിതാക്കൾ അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളും ഒക്കെ വളരെയധികം വലിയൊരു നിരാശയിലായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വെളിച്ചം, നമ്മൾ പറയും മുന്നിലൊരു വെട്ടം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എന്നോണമാണ് ഈ കുടുംബത്തിന് ഈ ലിസി ആശുപത്രിയിലെ ലിസ്രവൺ എന്നൊരു പദ്ധതിയെക്കുറിച്ച് മനസ്സിലാകുന്നത്. അത് പൂർണ്ണമായും സൗജന്യമായി ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്തു കൊടുക്കുക എന്നതാണ് ഈ ലിസ്രവൺ പദ്ധതിയിലൂടെ ലിസി ആശുപത്രി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവിടെ ചെല്ലുന്നു, ഡോക്ടർമാരുമായി സംസാരിക്കുന്നു. അങ്ങനെ ഈ കുടുംബത്തിൻ്റെ ഈ സാമ്പത്തിക പരാധീനകൾ മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ പൂർണ്ണമായും
സൗജന്യമായി തന്നെ ഈ കുഞ്ഞിന് ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ എത്രയും വേഗം തന്നെ മറ്റ് ഈ ഇത്ര നാളും ചികിത്സിച്ചുകൊണ്ടിരുന്ന രേഖകളൊക്കെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ അതിവേഗം തന്നെ പൂർത്തിയാക്കി ഇവർ ഈ ശസ്ത്രക്രിയ, അതായത് 2 ആഴ്ച മുന്നെയാണ് ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കുന്നത്. 5 മണിക്കൂറോളമാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വന്നത്. ഡോക്ടർ മേഘയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ശസ്ത്രക്രിയ. മറ്റ് വിഭാഗത്തിലുള്ള ഡോക്ടർമാരും ഒക്കെ ഈ ചികിത്സയിൽ പങ്കാളികളായിരുന്നു. ഈ ആശുപത്രിയിലുള്ള എല്ലാവരും ഇതിനൊപ്പം നിന്നു എന്നുള്ളതാണ് ലിസി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണ്, വലിയൊരു കാര്യമാണ് അത് കേൾക്കുന്ന ആളുകൾക്കും. കാരണം നമുക്കൊക്കെ ഈ ശബ്ദം കേൾക്കാതെ ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് അത്രയേറെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യമായി ആ ശബ്ദം കേട്ടപ്പോൾ, അതായത് ഇന്നലെ ആയിരുന്നു കുഞ്ഞിൻ്റെ 2ാം പിറന്നാൾ. കുഞ്ഞിൻ്റെ 2ാം പിറന്നാളിനാണ് ഈ ഇംപ്ലാന്റേഷൻ ഓൺ ആക്കിയത്. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. അപ്പോൾ ആദ്യമായിട്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് വിരിയുന്ന സന്തോഷം ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അത് കണ്ടു നിൽക്കുന്ന നമുക്കും അതൊരു മനം കുളിർക്കുന്ന, മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ആ മാതാപിതാക്കളുടെ മുഖത്തും മറ്റ് ആശുപത്രി അധികൃതരുടെ മുഖത്തുമൊക്കെ വിരിയുന്ന സന്തോഷം, അതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സന്തോഷം തന്നെയാണ്. എന്തായാലും ആ ഒരു സന്തോഷത്തിന് കാരണമായത് ലിസി ആശുപത്രിയാണല്ലേ. വലിയൊരു ഭീമൻ തുക വേണ്ടി വരുമായിരുന്നു ഈ ഒരു ശസ്ത്രക്രിയയ്ക്കൊക്കെ. ആ കുടുംബത്തിനെ കൊണ്ട് അത് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു. പക്ഷേ സൗജന്യമായി ഈ ഒരു ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തു. അത് 2 വയസ്സുള്ള ഒരു കുഞ്ഞിന് ആദ്യമായി അവൾ ശബ്ദം കേൾക്കാനുള്ളൊരു കാരണം, അത് ആ ആശുപത്രിയാണ് അതിന് കാരണമായത്. ശരി, എന്തായാലും പൂജമോൾക്ക് ഇനിയും ഒരുപാട് തെറാപ്പികളൊക്കെ ആവശ്യമുണ്ട്. അതിനും എല്ലാവിധ പിന്തുണയും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതാണ് അവർ നൽകുന്ന ഉറപ്പും. ശരി സ്നേഹ.